പാഠം 740 മാറി മറിയുന്ന ജയങ്ങൾ. കൊലക്കേസ് പ്രതിക്ക് ജാമ്യം. രണ്ടുപേരെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റമാരോപിച്ച് പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ സെഷൻസ് കോടതി ജാമ്യത്തിൽ വിട്ടു. പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന പ്രോസിക്യൂഷൻ വാദത്തെ എതിർത്ത് പ്രതിഭാഗം അഭിഭാഷകർ നിരത്തിയ ന്യായം കോടതി സ്വീകരിച്ചു. കൊള്ളാം. രണ്ടുപേരെ കൊന്ന കേസിൽ അകത്തായവനെ കഷ്ടപ്പെട്ട് ജാമ്യത്തിലിറക്കുന്ന വക്കീലന്മാർ. ആ പ്രതി ഇനി പുറത്തിറങ്ങി അടുത്ത ആളെ കൊല്ലും. സത്യത്തിൽ ഇത്തരം പ്രതികൾക്ക് വേണ്ടി ഹാജരാകുന്ന വക്കീലന്മാരെയൊക്കെ തൂക്കിക്കൊല്ലിയാണ് വേണ്ടത്. തൂക്കിക്കൊല്ലണം. എന്താണ് മോഹനേട്ടാ രാവിലെ വക്കീലന്മാരുടെ നെഞ്ചത്ത് കയറലാണ് പരിപാടി തോന്നുന്നുണ്ടല്ലോ. വക്കീലന്മാരുടെ നെഞ്ചത്ത് കയറേണ്ട സമയത്ത് കയറേണ്ടവർ കയറാത്തതാണ് പ്രശ്നം. ഇത് കണ്ടോ, ഈ കൊലക്കേസ് പ്രതി എല്ലാവർക്കും അറിയാലോ. രണ്ടുപേരെയും കൊന്നത് അയാളാണെന്നുള്ളത് ഉറപ്പാ. എന്നിട്ടും അയാൾക്ക് ജാമ്യം കിട്ടി. മോഹനേട്ടാ നിയമത്തിന് അതിന്റേതായ ഒരു രീതിയുണ്ട്. അതനുസരിച്ചേ കോടതിയിൽ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാതെ മോഹനേട്ടൻ വിചാരിക്കുന്ന പോലെ കൊലക്കേസ് പ്രതിയെ കോടതിയുടെ ഓട് പൊളിച്ച് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വന്നതല്ല. നീ അങ്ങനെ പറയൂ. നിന്റെ കൂട്ടത്തിൽപ്പെട്ടാണല്ലോ ഈ വക്കീലന്മാര്. ഈ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് വാദിച്ചതും വക്കീലന്മാർ തന്നെയല്ലേ. അതെന്താണ് മോഹനേട്ടൻ പറയാത്തത്? ആ വക്കീലന്മാര് പറഞ്ഞ ന്യായമല്ലാന്ന് തോന്നിയത് കൊണ്ടാണ് കോടതി അവരുടെ വാദം തള്ളിയത്. നീ എന്തൊക്കെ പറഞ്ഞാലും വക്കീലന്മാർ ചെയ്യുന്ന എല്ലാം സമൂഹദ്രോഹം തന്നെയാണ്. കാശുണ്ടാക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. സത്യം പറഞ്ഞാൽ ഈ വക്കീലന്മാരെന്ന വർഗത്തെ തന്നെ നാട് കടത്തികളാണ്. രാവിലെ ഇരുന്ന് വെറുതെ വിടുവായിത്തരം പറയാതെ മര്യാദ പത്രം വായിക്കാതൊക്കെ. മോഹനേട്ടനെ പോലൊരു വിചാരിച്ചാലൊന്നും കോടതിയും പോലീസും വക്കീലന്മാരും ഒന്നും ഇല്ലാതാവാൻ പോകുന്നില്ല. പിന്നെ സത്യം പറഞ്ഞ മോഹനേട്ടന് ദേഷ്യം വക്കീലന്മാരോടല്ല എന്നുള്ള കാര്യം എനിക്കറിയാലോ. ഞാനൊരു വക്കീലായപ്പോയതാണ് മോഹനേട്ടന്റെ പ്രശ്നം അല്ലെ? ഒരിക്കലും അല്ല. ഓ, ചെറുതായിരുന്നപ്പോഴേ എനിക്ക് വക്കീലന്മാരെ ഇഷ്ടമല്ലായിരുന്നു. 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോ പഠിച്ചൊരു വലിയ വക്കീലാവണം മോഹനേഷ എന്ന് പറഞ്ഞ ലിലി ടീച്ചറെ ഞാൻ കല്ലെടുത്ത് എറിഞ്ഞു കൊടുത്തു. വക്കീലന്മാരെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ദേഷ്യം. എന്നിട്ടെന്താണ് മോഹനേട്ടൻ ഒരു വക്കീലായ എന്നെ തന്നെ കല്യാണം കഴിച്ചത്? അങ്ങനെ ഈ വക്കീലന്മാർക്ക് അഹങ്കാരികളാണല്ലോ. അതിൽ ഒരാളെങ്കിലും ഉപദേശിച്ച് നന്നാക്കാമല്ലോ എന്ന് കരുതിപ്പോയി. വലിയ അബദ്ധമായി പോയി. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. സാമൂഹ്യ ദ്രോഹിയായ ഒരാളെ ഉപദേശിച്ച് നന്നാക്കാനായിട്ട് അയാളെ കല്യാണം കഴിക്കുക. ഓ, അതൊരു തകർപ്പൻ ബുദ്ധിയായി പോയി കേട്ടോ. എന്തായാലും മോഹനേട്ടാ, നാഴിക്ക് 40 വട്ടം വക്കീലന്മാരെ ചീത്ത പറയുന്ന ഇതേ നാവ് കൊണ്ട് മോഹനേട്ടൻ വക്കീലന്മാരെ പറ്റി നല്ലത് പറയും. അതിന് ഞാൻ ചാവണം. ചത്ത പിന്നെ എങ്ങനെയാണത് പറയാൻ പറ്റുക? ചാവാതെ തന്നെ മോഹനേട്ടൻ നല്ലത് പറയും. നോക്കിക്കോ. ഹലോ, മോഹനകൃഷ്ണല്ലേ? അതെ, കെ മോഹനകൃഷ്ണനാണ്. ആരാണ്? ഞാൻ തോമസ് കുര്യൻ, ഡെപ്യൂട്ടി കളക്ടർ. തോമസ് ആണോ? എന്താ സാർ പതിവില്ലാതെ? ഞാൻ മോഹനകൃഷ്ണന്റെ നാട്ടിലൂടെ യാത്ര ചെയ്യുകയാണ്. എവിടേക്ക് പോകുന്നു സാർ? ഒരു ബന്ധുവീട് വരെ. ഇവിടെ വന്നപ്പോഴാ തന്റെ നാടാണല്ലോ ഒന്ന് ഓർത്തത്. അതുകൊണ്ടൊന്ന് വിളിച്ചതാ. അങ്ങനെയാണെങ്കിൽ സാർ ഇതുവഴി നിന്ന് വരുമോ? അത് എനിക്ക് വലിയൊരു സന്തോഷമാവും. ഞാൻ എൻ്റെ ബന്ധുവീട്ടിലോട്ടൊന്ന് ഫോൺ ചെയ്യട്ടെ. അവിടെ ഒരു ചടങ്ങുണ്ട്. അതിന്റെ സമയം ഒന്ന് ചോദിക്കണം. എന്നിട്ട് പറ്റിയാൽ ഞാൻ തന്റെ വീട് വഴി വരാം. വീട് സാറിന് അറിയില്ലല്ലോ. തന്റെ വീടല്ലേ, ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം. ഓ, വലിയ സന്തോഷം സാർ. ഈശ്വര, ഡെപ്യൂട്ടി കളക്ടർ തോമസ് സാർ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ വീട്ടിൽ. ഭാമേ, ഭാമേ, കുറച്ച് കഴിയുമ്പോ ഒരാളിങ്ങോട്ട് വരും. അതാരാണ് എന്ന് കേട്ടാൽ എന്റെ ഭാമ ഞെട്ടും. അയ്യോ, IS ഭീകരന് വല്ലതും ആണോ? IS ഭീകരനല്ല, സാക്ഷാൽ തോമസ് കുര്യൻ സാർ. വന്ന് തോമസ് കുര്യൻ സാറിനെ പോലും അറിയാൻ വയ്യാത്ത അവസ്ഥയായോ? പിന്നെ എനിക്ക് ആരെ അറിയാം? എനിക്ക് ഇന്ത്യൻ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെ അറിയാം. കേരള മുഖ്യമന്ത്രിയും ഗവർണറെയും അറിയാം.
അതിനെക്കാട്ടൊക്കെ വലിയ ആളാണോ ഈ തോമസ് കുര്യൻ സാറ്? തോമസ് കുര്യൻ സാറിനെ പറ്റി ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ തോമസ് കുര്യൻ സാർ. ഓ, ഡെപ്യൂട്ടി കളക്ടർ ആയിരുന്നു. എന്താ ഡെപ്യൂട്ടി കളക്ടർ എന്ന് കേട്ടപ്പോ നിനക്കൊരു പരിഹാസം? ജില്ലാ ഭരണകൂടത്തിലെ രണ്ടാമത്തെ ആളാണ് അദ്ദേഹം. അദ്ദേഹം ഈ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? അല്ലേ? അല്ല, ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു വില്ലേജ് ഓഫീസർ വീട്ടിൽ ഡെപ്യൂട്ടി കളക്ടർ വരിക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. തോമസ് കുര്യൻ സാർ എന്നെ കാണാൻ വന്നു എന്നറിഞ്ഞാൽ വില്ലേജ് ഓഫീസറുള്ളവരും താലൂക്ക് ഓഫീസറുള്ളവരൊക്കെ ഞെട്ടില്ലേ? തഹസിൽദാർക്ക് പോലും എന്നോട് അസൂയാവും. അത്ര ഭയങ്കര സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എന്നല്ലാതെ സാറ് മിക്കവാറും ഒരു അരമണിക്കൂറിന് ഇവിടെ എത്തും. അപ്പോ നീ സാറിന് കഴിക്കാനുള്ളത് നിങ്ങൾ റെഡിയാക്കി വെക്ക. കഴിക്കാനുള്ളതോ? രാവിലെ ഒരാൾ വീട്ടിൽ കയറി വരുമ്പോ കഴിക്കാൻ വല്ല കൊടുക്കണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹം എന്നെ പറ്റി എന്ത് കരുതും? അദ്ദേഹം ഒരു ഡെപ്യൂട്ടി കളക്ടർ അല്ലേ? പിന്നെ വരുന്നത് ഡെപ്യൂട്ടി കളക്ടർ അല്ലേ? മോഹനേട്ടൻ വില്ലേജ് ഓഫീസർ. നിങ്ങളെ പോലുള്ള മഹാന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനുള്ള യോഗ്യത എനിക്കുണ്ടോ മോഹനേട്ടാ? ഞാനൊരു പാവം വക്കീലല്ലേ. ശരിയാ. പച്ചവെള്ളം എന്റെ കിട്ടാൻ പോണില്ല. ഈശ്വര, അവൾ അവസരം ചൂഷണം ചെയ്യൂ. സോപ്പിട്ട് നോക്ക്. ഭാമയും വീട്ടിലേക്ക് ഒരാൾ വരുമ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് വില പേശുന്നത് എവിടുത്തെ മര്യാദയാ? എനിക്ക് മര്യാദ ഒരു ഇച്ചിരി കുറവാ. ഞാൻ അടുക്കള കയറി ഒരു വസ്തു ഉണ്ടാക്കാനും പോകുന്നില്ല. ഡെപ്യൂട്ടി കളക്ടർ വരുമ്പോ മിണ്ടാനും വരില്ല. അതെവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. കുറച്ചു മുന്നേ മോഹനേട്ടൻ എന്തൊക്കെയാണോട് പറഞ്ഞത്? വക്കീലന്മാരെല്ലാം കള്ളന്മാരാണ്. എന്റെ സ്വഭാവം നന്നാക്കാനാണ് എന്നെ കല്യാണം കഴിച്ചത്. വക്കീലന്മാരെ എല്ലാരും കൂടെ കൂട്ടത്തോടെ നാട് കടത്തണം. എന്തൊക്കെയായിരുന്നു? അയ്യോ, വെറുതെ ഒരു ദേഷ്യത്തിന് പറയുന്നത്. അയ്യോ, അല്ല, അതിനകത്തൊരു കാര്യം നിനക്കും അറിയാം, എനിക്കും അറിയാം. അതൊക്കെ മോഹനേട്ടൻ മനസ്സിൽ വെച്ചാ മതി. മോഹനേട്ടൻ തോന്നുമ്പോഴൊക്കെ ഓരോന്നങ്ങ് വിളിച്ചു പറയാം. അത് കഴിഞ്ഞ് മോഹനേട്ടൻ എന്നൊരു ആവശ്യം വരുമ്പോ അതല്ല ഞാൻ അതൊക്കെ വെറുതെ പറഞ്ഞതാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പറഞ്ഞോണ്ട് വരിക. ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല. പാമേ, തോമസ് കുര്യൻ സാറ് ഇപ്പൊ വരും. നീ ഇങ്ങനെ വർത്താനം പറഞ്ഞ സമയം കളയാതെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാൻ നോക്ക്. ഒരിക്കലും ചെയ്യാൻ പോണില്ല. മോഹനേട്ടന്റെ ധിക്കാരത്തിന് ദൈവമായിട്ട് തന്ന ശിക്ഷയാണിത്. ദൈവം മോഹനേട്ടനെ ശിക്ഷിക്കുമ്പോ ഞാൻ മോഹനേട്ടനെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം പിന്നെ എന്നെ ആയിരിക്കും ശിക്ഷിക്കുക. അയ്യോ, ഞാനില്ലേ. നീ അവസരം ചൂഷണം ചെയ്യല്ലേ? പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക. ഞാനത് വെറുതെ പറഞ്ഞാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ അങ്ങ് ചുമ്മാ പറഞ്ഞാ പോരല്ലോ മോഹനേട്ടാ. മോഹനേട്ടന് ഇപ്പൊ വക്കീലന്മാരെ പറ്റി എന്താണ് അഭിപ്രായം? വക്കീലന്മാരൊക്കെ നല്ലതാണല്ലോ. സത്യം പറഞ്ഞ വക്കീലന്മാരില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? മോഹനേട്ടന് എന്നെ പറ്റി എന്താണ് അഭിപ്രായം? നീ ഒരു ഭയങ്കര സംഭവല്ലേ. സത്യത്തിൽ നിന്നെ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം നാശിച്ചു പോയേനെ. നീയാണല്ലോ എന്റെ എല്ലാ ഭാഗ്യവും. കഴിഞ്ഞ ആഴ്ച ഞാന് ഒരു സാരി വാങ്ങുന്ന കാര്യം പറഞ്ഞിരുന്നു. അത് ഓർമ്മയുണ്ടോ മോഹനേട്ടന്? പിന്നെ ഞാനിങ്ങനെ മറക്കാനാ? ആ സാരി നീ ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ. അല്ലെങ്കിൽ തന്നെ നിനക്കൊരു സാരി വാങ്ങണമെന്ന് പറയുമ്പോ ഞാനതിനെതിര് പറയാറില്ലല്ലോ. കഴിഞ്ഞ ആഴ്ച മോഹനേട്ടൻ എന്നോട് എതിര് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ ആഴ്ച. അത് കഴിഞ്ഞല്ലോ. ഇത് ഇന്നല്ലേ. സാരി വാങ്ങാനുള്ള കാശ് ഇപ്പൊ ആണോ? എന്റെ ബാഗിലുണ്ട്, എടുത്തു തരട്ടെ. മോഹനേട്ടാ, ശരിക്കും പറഞ്ഞ ഒരു വില്ലേജ് ഓഫീസറാണോ വക്കീലാണോ വലിയ പുള്ളി? വില്ലേജ് ഓഫീസർ അല്ലല്ലോ. വില്ലേജ് ഓഫീസർ എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷെ വക്കീലാണെന്നും പറയാം. പക്ഷെ സത്യം എന്താ പറയുകയാണെങ്കിൽ വക്കീലാണ് ഏറ്റവും വലുതല്ലേ? ആഹാ, ഉത്തമനോടല്ലോ. മോഹനയുടെ റിപ്പി പറഞ്ഞാലോ ഉത്തമന്റെ അടുത്തുകൊണ്ട് ഒന്ന് പോയി പറയട്ടെ. ഉത്തമൻ കൂടി എല്ലാം അറിഞ്ഞില്ലെങ്കിലേ മോഹനയുടെ പിന്നീട് അത് മാറ്റി പറയും. അത് ഭയങ്കര അപകടം. വേണ്ടായിരുന്നു. നമ്മള് എവിടെ കൊണാക്കും. നമസ്കാരം വക്കീലേ. മോഹനേട്ട് സാർ ഇല്ലേ ഇവിടെ? ഉത്തമൻ എന്നെ കാണാനാണോ വന്നത്, സാറിനെ കാണാനാണോ വന്നത്? അല്ല, കാണാൻ വന്നത് വക്കീലിനെ തന്നെയാണ്. എന്നെ പറഞ്ഞു. നമ്മുടെ വിശ്വംഭര ചേട്ടന്റെ മോൻ സുശീല പോലീസ് പിടിച്ച് ആളിപ്പോ ലോക്കപ്പിലാണ്. എന്താ കേസ്? വെള്ളമടിച്ച് റോഡിൽ കിടന്ന് വഴക്കുണ്ടാക്കി. ചോദിക്കാൻ വന്ന എസ് ഐയുടെ തന്തയ്ക്ക് വിളിച്ചു. പോലീസുകാർക്ക് ദേഷ്യം വരാതിരിക്കൂ, അവരവനെ പൊക്കിയെടുത്ത് അകത്തിട്ടു.
ഞാൻ രാവിലെ എന്നപ്പോ SI പറഞ്ഞു വക്കീല് വന്നാലേ ജാമ്യം തരൂന്ന്. മോഹനേട്ടൻ സാർ അറിഞ്ഞ എന്നെ ചീത്ത വിളിക്കും. മേലാ വെള്ളമടി കേസ് കൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നാണ് സാർ എന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു കുഴപ്പമില്ല. ഇതല്ല ഉത്തമന് മോഹനേട്ടനെ പറ്റിയുള്ള തെറ്റിദ്ധാരണ തോന്നുന്നല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. മോഹനേട്ടാ, ഇന്ന് തന്നെ മോഹനേട്ടനെ പറ്റിയുള്ള ഉത്തമന്റെ തെറ്റിദ്ധാരണ മാറ്റിയിട്ട് തന്നെ ബാക്കി കാര്യം. നമസ്കാരമുണ്ട് സാർ. മോഹനേട്ടാ, ഉത്തമൻ വന്നത് വിശംബര ചേട്ടന്റെ മകൻ സുശീലിനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം പറയാനാണ്. ഞാൻ പോകുന്നതിന് മോഹനേട്ടൻ എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇല്ല, എനിക്ക് എന്ത് എതിർപ്പ്? എനിക്ക് ഒരു എതിർപ്പുമില്ല. അയ്യോ, ഞാൻ കരുതി സാർ സമ്മതിക്കൂല എന്ന്. ഉത്തമ പഴയ മോഹനേട്ടൻ അല്ല, സ്വഭാവം കംപ്ലീറ്റ് മാറിയില്ലേ? പണ്ടൊക്കെ വക്കീലന്മാരെ ഭയങ്കര പുച്ഛമല്ലായിരുന്നോ? ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല. വക്കീലന്മാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികഞ്ഞ ബഹുമാനല്ലേ മോഹനേട്ടന്? മോഹനേട്ടൻ സാറിന് ഞാൻ വിശ്വസിക്കൂല. ഇതാണ് ഉത്തമനെ പോലുള്ളവരുടെ കുഴപ്പം. മോഹനേട്ടൻ നന്നാവും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും സമ്മതിക്കില്ല. മോഹനേട്ടൻ തന്നെ ഒന്ന് പറഞ്ഞു കൊടുത്തേ വക്കീലന്മാരെ പറ്റി എന്താ പറഞ്ഞെന്ന്. വക്കീലന്മാർ നല്ല മനുഷ്യരാണല്ലോ. വക്കീലന്മാരില്ലെങ്കിൽ കോടതിയും കാണില്ലല്ലോ. കോടതി ഇല്ലെങ്കിൽ എല്ലാം പോയില്ലേ? എന്നെ പറ്റി മോഹനേട്ടൻ ഭയങ്കര അഭിപ്രായമാ. എന്നെ കല്യാണം കഴിച്ചത് മോഹനേട്ടന്റെ ഭാഗ്യമാണെന്ന് കുറച്ചു മുന്നേ എന്നോട് പറഞ്ഞു. ആര്? ഈ സാറാ? പറഞ്ഞു കൊടുക്കും മോഹനേട്ടാ. അത് പിന്നെ ഭാമി നല്ല ബുദ്ധിയുള്ളൊരു പെണ്ണാണല്ലോ. ബുദ്ധിയുള്ളൊരു പെണ്ണെ കല്യാണം കഴിക്കുന്നത് വലിയൊരു ഭാഗ്യമാണല്ലോ. അത് ഞാൻ പറയായിരുന്നു. ആരോ വിളിക്കുന്നല്ലോ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. അയ്യയ്യോ, ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാ നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കുകയാണ്. ഒന്നുമല്ല, എനിക്ക് ദൈവമായിട്ട് ഒരു അവസരം തന്നു. ഞാൻ അതിനെ അങ്ങ് ഉപയോഗിച്ചോണ്ടിരിക്കുക. അപ്പൊ മുട്ടോ, ഞാൻ SI ഗോവിന്ദൻകുട്ടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി ശരി. ഹലോ. മോനിഷ്ണ, ഞാനാ തോമസ് കുര്യൻ. പറയണ സാർ. ഞാൻ പരമാവധി ശ്രമിച്ചു നോക്കി, പക്ഷേ ഇന്ന് അങ്ങോട്ട് വരാൻ പറ്റില്ലടോ. ബന്ധുവീട്ടിലുള്ളവരെല്ലാം എന്നെ കാത്തിരിക്കുക. ഇനിയും വൈകിയാൽ അവർക്കത് ഇഷ്ടക്കേടാവും. പിന്നൊരിക്കൽ ഞാൻ തന്റെ വീട് വഴി വരാം. ആണോ? ശരി സാർ. അല്ല, തനിക്ക് പ്രയാസമായോ? ഇല്ല, സാറിന് തിരക്കായതുകൊണ്ടല്ലേ. സാരമില്ല. അപ്പൊ ശരി, ഓക്കെ. ശരി സാർ. മോഹനേട്ടന് വന്ന മാറ്റം ഉത്തമനും അങ്ങ് വിശ്വാസമാവുന്നില്ല. അല്ലെങ്കിലും നാട് പറപ്പിക്കുന്ന വില്ലേജ് ഓഫീസറെ ഞാനിങ്ങനെ മൂക്കോണ്ട് ഇക്ഷ വരപ്പിക്കും എന്നുള്ള കാര്യം ഉത്തമൻ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ലല്ലോ. സത്യഭാവം ഒരു ഭയങ്കര സംഭവമാണെന്ന് ഉത്തമൻ ഇന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. നീ എന്ത് സംഭവം നീ പറയുന്നത്? നീ ഒരു ചുക്കുമല്ല. കൊറേ നേരമായാലും നീ മെക്കിട്ട് കയറുന്നു. എനിക്കൊരു ഗതികളുണ്ടായപ്പോ അതിൽ കയറി പിടിച്ച് നീ അങ്ങ് ആളാവുന്നു. ഈ വക്കീൽ എന്ന് പറഞ്ഞ കള്ളന്മാരാണ്, തട്ടുമാരാണ്. എല്ലാവരും നാട് നടത്തണം. അത് ശരി. ശരി, തോമസ് കുര്യൻ സാർ വരട്ടെ, അപ്പൊ ഞാൻ ബാക്കി പറഞ്ഞോളാം. പിന്നെ തോമസ് കുര്യൻ സാർ വരുമ്പോ നീ എന്നെ മൂക്ക് വലിച്ചേറ്റോ? എടീ, നീ എന്തായാലും പറ്റി കരുതുന്നത്? നിന്റെ ഭീഷണി കേട്ട് പഞ്ചപുച്ഛം അടയ്ക്കുന്ന ഒരു പാവാണെന്നോ? അതിന്റെ കൈ വെച്ചാ നീ. നിനക്ക് ബുദ്ധി ഉണ്ട് എന്ന് ഞാൻ മുത്തവന്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് വെറുതെ. നിനക്ക് ബുദ്ധിയില്ലെന്ന് മാത്രമല്ല, നീ ഒരു കോവർ കഴുതയാ. സത്യം പറഞ്ഞാൽ നിന്നെ കല്യാണം കഴിച്ചാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം. വേറെ ഏതെങ്കിലും അനുസരണെ അടക്കമുള്ള ഒരു പെണ്ണിനെ കെട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരുമായിരുന്നോ? സത്യം പറഞ്ഞാൽ നിന്നെ മണ്ണെണ്ണൊഴിച്ച് കത്തിക്കാനുള്ളത്. ഓ, സ്വന്തം ഭാര്യയെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നോ? മോഹനേട്ടൻ ഇങ്ങനെ പറഞ്ഞ കാര്യം ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ആ നിമിഷം അവർ മോഹനേട്ടൻ ഇവിടുന്ന് പൊക്കിക്കൊണ്ട് പോകും. ഇനി ഒരു പ്രാവശ്യം കൂടെ എന്നോട് വഴക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ ഗാർഹികപ്പെടുന്ന ഞങ്ങളുടെ കേസ് കൊടുക്കും. പിന്നെ സെൻട്രൽ ജയിലിൽ ഇരുന്ന് കരം തീർത്ത രസീത് കൊടുക്കേണ്ടി വരും വില്ലേജ് ഓഫീസർ. നീ എനിക്ക് കേസ് കൊടുക്കോ? എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ. ഇതൊരു വീടാണ്. വീട്ടിൽ ഭർത്താവാണ് ജഡ്ജി, മജിസ്ട്രേറ്റും എല്ലാം. ഭർത്താവ് പറയുന്നത് അനുസരിച്ച് ജീവിക്കുക മാത്രമാണ് ഭാര്യമാരുടെ ജോലി. മനസ്സിലായോ? അയ്യടാ, അതൊക്കെ പള്ളി പോയി പറഞ്ഞാ മതി.
ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, ഇനി എന്നോട് വഴക്കിന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കേസ് കൊടുക്കും. ഒടുവ് പോലീസുകാർ വന്ന് വില്ലേജ് ഓഫീസറെ വിലങ്ങ് വെച്ച് ജീപ്പ് കയറ്റിക്കൊണ്ട് പോകുമ്പോ അയ്യോ ഭാമി എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാകാൻ പോണില്ല. ഞാൻ മൈൻഡ് ചെയ്യൂടിയില്ല. ഭർത്താവ് ഭാര്യയെ വഴക്ക് പറയുമ്പോ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പോലീസന്മാരെ എനിക്കൊന്ന് കാണണല്ലോ. നീ ഫോൺ വിളിക്കുമ്പോ ഓടി വന്ന് എന്നെ പിടിച്ചോണ്ട് പോയി ഈ പോലീസുമാർ നിന്റെ കുഞ്ഞമ്മ മക്കളല്ലോ. നമുക്ക് കാണാം മോനട്ടാ, എല്ലാ തരത്തിലും ഈ കാര്യത്തിൽ ഞാനാണ് വലിയ. ആ മോനട്ട വേറെ ഒരു വില്ലേജ് ഓഫീസർ മാത്രമാണ്, ഞാൻ ഒരു വക്കീൽ. പോലീസുകാർക്ക് ഞാൻ പറയുന്നത് മാത്രം കേൾക്കാൻ പറ്റൂ. പിന്നെ മോഹനേട്ടനൊരാണും ഞാനൊരു പെണ്ണും. ഒരു പെണ്ണ് വിളിച്ച് ഗാർഹിക പീഡനത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലേ പെണ്ണ് പറയുന്നത് മാത്രമേ പോലീസ് കേൾക്കൂ. മോഹനേട്ടൻ ഇനി ചീത്ത വിളിച്ചു നോക്ക്, അപ്പൊ കാണാം നമുക്ക്. ചീത്ത വിളിക്ക് മാത്രമല്ല ശരിക്കും അറിയില്ല. ആ എങ്കിൽ പിന്നെ അതൊന്ന് കണ്ടിട്ട് തന്നെ ബാക്കി കാര്യം. മോഹനേട്ടൻ ആണാണെങ്കിൽ എന്നെ ഒന്ന് തല്ല് തല്ല്, അപ്പൊ നമുക്ക് കാണാലോ. ഇനി എന്നെ വിട്ടിട്ട് കാര്യമില്ല. എന്താ സ്വാമം പറഞ്ഞത് തല മോനേട്ടാ തമാശ കളിക്കുന്നുണ്ടോ? കൊല്ലും മോനേട്ടാ നിന്നെ കൊല്ലും പഠിക്കാൻ ഈ മോനേട്ടാ തമാശ കളിക്കില്ലേ? എന്താ നീ എനിക്ക് കേസ് കൊടുക്കല്ലേ? കൊടുക്കില്ല. വേണം. നീ വാ വരാട്ടെ, അവിടെ നിന്നു വരാ. ഇവിടെ വന്ന് അടി കൊടുത്തിട്ട് വെച്ചോ. പിന്നെ നിന്നെ ഓടിച്ചടിക്കും. ഓ പിന്നെ ഇങ്ങോ വാ. ഇവിടെ വരാൻ എന്റെ അടുത്ത് വന്ന് അടിയും വന്ന് വെച്ചോ. ഓ പിന്നെ വെറുതെ വീട് കാലൊടിക്കാൻ നിൽക്കണ്ട. കൂടുതൽ സ്ഥലമൊന്നും വേണ്ട. വേണമെങ്കിൽ വേണ്ട. പിന്നെ ഇപ്പൊ നിന്ന് ഒന്ന് ശ്വാസം വിടാൻ പോലും സമ്മതിക്കാം. ഡെപ്യൂട്ടി കളക്ടർ തോമസ് സൂര്യൻ സാർ. നിന്നെ ഞാൻ വിടില്ല. വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ല. മധുരയുടെ മഹാരാജാവ് കംസനോടാണോ നിന്റെ കളി? ആ കണ്ടാലും പറയും. എന്നെ കൊല്ലാൻ നിന്റെ ഉദരത്തിൽ വളർന്ന സന്തതിയെ ഞാൻ ജീവനോടെ വിടില്ല. ഇത് ഡെപ്യൂട്ടി കളക്ടർ തോമസ് സാറാ. നമ്മൾ നാടകം കളിക്കാണെന്ന് പറഞ്ഞാ മതി. ഞാൻ കംസൻ, നീ ദേവകി. അങ്ങനെ പറഞ്ഞാൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതി. ഡയലോഗ് പറ. ഏത് കംസൻ ഏത് ദേവകി? നിന്റെ മരിച്ചു വാച്ചല്ലേ, അതാണ് കംസൻ. സമേ ഞാൻ പറയുന്നതിന്റെ ബാക്കി ഡയലോഗ് പറ. ദേവകി ദേവകി ദേവകി, നിന്റെ ഉദരത്തിൽ ജനിക്കുന്ന പുത്രൻ മധുരയുടെ ചക്രവർത്തിയായി നമ്മെ കൊല്ലുമെന്ന് നീ സ്വപ്നം കണ്ട് കഴിയുകയാണല്ലേ? നാം അത് സമ്മതിക്കില്ല. വേണ്ടി വന്നാൽ നിന്നെ കൊല്ലാൻ പോലും നാം മടിക്കില്ല. സെക്ഷൻ 302, സെക്ഷൻ 309. കംസൻ ഈ ഓലക്കച്ചങ്കുലോട് അകത്തു പോകും. നോൺ വേലബിൾ ഒഫൻസ്. കംസന്റെ കഥ പറയുമ്പോ IPC പറയില്ലേ ദേവി? നിന്നെ നാം വധിക്കാൻ പോവുകയാണ്. അയ്യോ തോമസ് കുര്യൻ സാറോ, ഞാൻ സാറ് വന്നത് കണ്ടില്ലല്ലോ. അങ്ങ് എപ്പോഴാണ് എഴുന്നള്ളിയത്? അല്ല, എപ്പോഴാ വന്നത്? വന്നിട്ട് ഒരുപാട് നാളുകളായോ? അല്ല, വന്നിട്ട് തിരുനേരായോ? ഇവിടുത്തെ ക്ലബില് പുതുവർഷ ആഘോഷത്തിന് കളിക്കാനുള്ള നാടകം, അതിന്റെ റിഹേഴ്സല. ഞാൻ കംസൻ, അവള് ദേവകി. ദേവയ്ക്കുണ്ടാകുന്ന മകൻ കംസനെ കൊല്ലുമെന്നാണല്ലോ പ്രമാണം. അതുകൊണ്ട് ദേവയെ ശത്രുവായി കണ്ട് ഞാൻ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനല്ലേ പറഞ്ഞ? അതെ. എല്ലാ ദിവസവും ആഫീസിൽ പോകുന്നോണ്ട് റിഹേഴ്സൽ ചെയ്യാനുള്ള സമയം കിട്ടാറില്ല. അതുകൊണ്ട് രാവിലെ ആഫീസിൽ പോകുന്നതിന് മുമ്പ് 1 മണിക്കൂർ അങ്ങ് റിഹേഴ്സൽ നോക്കും.
അതിൽപ്പെടുന്ന രംഗമാണ് സാറ് കണ്ടത്. ഞാൻ ശരിക്കും പേടിച്ചുപോയി. മോഹനേഷ്ണൻ ഭാമയെ ഉപദ്രവിക്കുകയാണെന്നാ ഞാൻ കരുതിയത്. ഞാനോ? ഭാമയെ ഉപദ്രവിക്കാനോ? അസംഭവ്യം, ഒരിക്കലുമില്ല. നമുക്ക് അല്ല, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. സാർ അകത്തിട്ടിരിക്കൂ, ഞാൻ ഈ കൈയും കാലൊക്കെ ഒന്ന് കഴുകി വരാം. പെട്ടെന്ന് വേണം, ബന്ധുവീട്ടിൽ അവരൊക്കെ കാത്തിരിക്കുക. വരില്ലെന്ന് ഞാൻ ഫോണിലൂടെ പറഞ്ഞപ്പോ മോഹനേഷ്ണൻ ആകെ പ്രയാസമായതുപോലെ തോന്നി. അതുകൊണ്ടാ നേരിട്ട് ഇങ്ങോട്ട് വന്നത്. നന്നായി. സാർ അകത്തേക്ക് ഇരിക്കും, ചെന്നാട്ടെ ഞാൻ സാർ. പോരാ. കംസ? ഒലക്ക കംസ. ഇനി എന്താ പരിപാടി? ഇനിയിപ്പോ എന്താ പരിപാടി? ഈ വക്കീലന്മാരെ പറ്റി പൊതുവെ മോഹനയുടെ അഭിപ്രായം എന്താണ്? വക്കീലന്മാരെന്ന് പറഞ്ഞ നല്ല ആളുകളാ. സത്യത്തിൽ വക്കീലന്മാരുള്ളത് കൊണ്ടാണല്ലോ സൂര്യ കിഴക്കുടിക്കുന്നതും പടിഞ്ഞാറ് അസ്തമിക്കുന്നതും ഒക്കെ. കറക്റ്റ്. ഇത് മാറ്റി പറയൂ. ഇല്ല, ഉറപ്പാണല്ലോ. ഇപ്പൊ വേറെ വഴിയില്ലല്ലോ. ഒലക്ക അല്ല, ഉറപ്പ്. പരസ്പരം തോൽപ്പിക്കാൻ നോക്കി ഒടുവിൽ രണ്ടുപേരും തോറ്റുപോയതുപോലെയായി കാര്യങ്ങൾ. എങ്കിലും അവസാന നിമിഷത്തിൽ നേരിയ മേൽക്കൈ നേടിയത് വക്കീൽ തന്നെയാണെന്ന് വിശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.